നമസ്കാരം. 13 ലോക്സഭാ സീറ്റുകൾ, 5 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, 65 സ്ഥാനാർത്ഥികൾ. അതെ, പഞ്ചാബിൽ എന്ത് സംഭവിക്കും എന്ന് തന്നെയാണ് രാജ്യം ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ്, ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികൾ മാത്രം ഭരിച്ചിട്ടുള്ള പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചതോടുകൂടിയാണ് കുറ്റിച്ചൂലിന് എത്ര പവർ ഉണ്ട് എന്ന കാര്യം രാജ്യം മുഴുവൻ തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതും ആം ആദ്മി പാർട്ടി തന്നെയാണ്. 2020 കർഷക പ്രക്ഷോഭത്തിന് ശേഷം പഞ്ചാബിൽ BJP ജനസ്വാധീനം മെച്ചപ്പെടുത്താനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിവരുന്ന ഒരു കാലമായിരുന്നു. അപ്പോഴേക്കും രണ്ടാം കർഷക സമരം തുടങ്ങുകയും ചെയ്തു. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയായ ശിരോമണി അകാലിദൾ, അതിനോടൊപ്പം കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, BJP എന്നിവർ തന്നെയാണ് പഞ്ചാബിൽ ഇപ്പോഴും ഏറ്റവും അധികം ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ സ്വന്തമാക്കിയതാവട്ടെ കോൺഗ്രസ് ആയിരുന്നു. BJPക്ക് 2 സീറ്റുകളാണ് ലഭിച്ചത്. ഇതാണ് പഞ്ചാബിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർ നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. പ്രകാശ് സിംഗ് ബാദലിന്റെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് അകാലിദളിന്റെ ഭാവി എന്താകും എന്ന കാര്യം കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെടും. സംസ്ഥാന ഭരണമുള്ള ആം ആദ്മി പാർട്ടിക്ക് ഇതുവരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മെച്ചമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തവണയും ആം ആദ്മി പാർട്ടിക്ക് അവിടെ മെച്ചമുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. പലപ്പോഴും നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന സംഭവം, അതൊക്കെ ഒരു സഹതാപ തരംഗം ദില്ലിയിലും പഞ്ചാബിലും ഹരിയാനയിലും ഉണ്ടാക്കിയേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങൾ, ചില വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പഞ്ചാബിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ ചോർന്നേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും BJPയും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും, പ്രത്യേകിച്ചും കോൺഗ്രസ്. കാരണം കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പാർട്ടി അടർത്തിയെടുത്ത വോട്ട് വിഹിതം തിരികെ വരുമെന്നുള്ള വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. ഇതിനൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഭഗവന്ത് മാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി സമീപകാലത്തുണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങളാണ്. ഭഗവന്ത് മാനിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ പഞ്ചാബിൽ രൂപം കൊണ്ടേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിരുന്നു. കാരണം അരവിന്ദ് കെജ്രിവാളിന് പാർട്ടിക്കുള്ളിലുള്ള ഒരു സ്വേച്ഛാധിപത്യം, മാത്രമല്ല മനീഷ് സിസോദിയ അടക്കമുള്ള ആളുകൾ, അദ്ദേഹം ഇപ്പോൾ അഴിക്കുള്ളിലായിട്ട് 1.5 വർഷത്തോളം ആകാൻ പോകുന്നു. ഇതിനിടയിൽ ഒരു ശ്രമങ്ങളും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് മനീഷ് സിസോദിയെ പുറത്തിറക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നു. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി എന്ന നിലയ്ക്ക് സുനിത കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി നേതൃത്വം വളരെ അസ്വസ്ഥരാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. പ്രചരണത്തിനായി ഒരു തവണ മാത്രമേ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ ഇതുവരെയും എത്തിയിട്ടുള്ളൂ. പഞ്ചാബിൽ പ്രധാനമായും ഭഗവന്ത് മാനിന്റെയും മറ്റ് സംസ്ഥാന നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങളാണ് പ്രചരണ രംഗത്ത്, അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചിരിക്കുന്നതും. ഇതൊക്കെ തന്നെയാണ് ഈ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ വോട്ട് ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ബലം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ആഭ്യന്തര കലഹത്തിനൊടുവിൽ വോട്ടുകൾ ചോരുകയാണെങ്കിൽ അത് BJPക്കാണോ കോൺഗ്രസിനാണോ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.